ശ്രീ പ്രകാശൻ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ 2011 വരെ ജമാഅത്തെ ഇസ്ലാമി LDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണയെ നിങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട്. പിണറായി വിജയൻ അന്നത്തെ CPM സെക്രട്ടറി ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ്, അത് സ്വാഗതാർഹമാണെന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവർ UDFനെ പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ അവർ UDFനെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് VD സതീശൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്തെങ്കിലും അത്ഭുതമുണ്ടോ? ഏത് പാർട്ടികൾ ഏത് മുന്നണിയെ പിന്തുണക്കുന്നു എന്നുള്ളതല്ല വിഷയം. ഇവിടെ വളരെ വിചിത്രമായ നിലക്കുള്ള ഒരു വാദം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉയർത്തുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത് VD സതീശനോട് പറയേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി 1941 മുതൽ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് ഈ കാലത്ത് ഒരിക്കലും തന്നെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ചതായി നമുക്കാർക്കും അറിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് 11 വകുപ്പുകളോട് കൂടിയ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓരോ അംഗവും പ്രവർത്തിക്കേണ്ടത് ഹുക്കുമത്തെ ഇലാഹിക്ക് വേണ്ടിയാണ്, ദൈവിക ഭരണത്തിന് വേണ്ടിയാണ്. വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഭരണഘടന മാറ്റിയോ എന്ന് പറയേണ്ടത്, അത് മാറ്റിയോ എന്ന് പറയേണ്ടത് സതീശനല്ല, അത് പറയേണ്ടത് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാണ്. പരമാധികാരം ജനങ്ങൾക്ക് നൽകുന്നത് അനിസ്ലാമികമാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമി സ്ഥിരമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് അടിസ്ഥാനപരമായി നാം വിയോജിക്കുന്നു. കാരണം അതിൽ ഈശ്വരന് നൽകേണ്ട സ്ഥാനം ജനങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിൽ എല്ലാ കുഴപ്പങ്ങളുടെയും ഉറവിടം ഇതാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യമാണ്, ഭരണഘടന പറയുന്ന കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഗ്രന്ഥത്തിൽ 1940 മുതൽ ഇതേ കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങളോടൊപ്പം ജയിലിൽ കടന്നിട്ടുണ്ട്, അന്ന് കോൺഗ്രസിനെതിരായിരുന്നു. പിന്നെ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. ബാബറി മസ്ജിദ് ധ്വംസനം കഴിഞ്ഞതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 96 നിങ്ങളെയാണ് പിന്തുണച്ചത്. ഏറ്റവും ഒടുവിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെയും നിങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ അവര് ഗ്രന്ഥത്തിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളെയും പിന്തുണച്ചിട്ടുണ്ട്, അവരെയും പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്തുണയ്ക്കുന്നത് അവരെയാണ്. ഇതാണ് സംഭവം. ഇത് നിങ്ങൾ കാര്യങ്ങൾ UDFന് വേണ്ടി വാദിക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അങ്ങനെ ഇവിടെ കേരളത്തിൽ 2 മുന്നണികളാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്നത് CPM ആണ്. ഞങ്ങൾക്ക് ഒരു കാര്യം ആവർത്തിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയും, അത് ഞങ്ങൾ ഓരോ സന്ദർഭത്തിലും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഒരു വർഗീയ പാർട്ടിയുമായും ധാരണയോ സഖ്യമോ മുന്നണിയോ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കുകയുമില്ല. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയം. ഇപ്പോഴെന്താ പറയുന്നത്, UDF പൂർണ്ണമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലയെന്താ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാം ഒരേ കുടക്കീഴിലാണ്. ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായി ഇടപെട്ടതാരാ? ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് ഫീൽഡിൽ അത് മനസ്സിലാക്കുന്നല്ലേ. ജമാഅത്തെ ഇസ്ലാമി, SDPI, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, കോൺഗ്രസ്, അതുപോലെ ലീഗ്, ഇവരെല്ലാം ഒരു മുന്നണിയായാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്തതാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണല്ലോ സിമി. ആ സിമി മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് നമുക്കാർക്കും ബോധ്യമില്ലേ? ഇന്ത്യയിൽ ഇസ്ലാമിക വിപ്ലവത്തിന് സമയമായി എന്ന് പറഞ്ഞ് വേറെ ആരുമില്ല, ഇതേ സിമിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. നമ്മുടെ കലാലയങ്ങളുടെ എല്ലാ ചുമരുകളിലും നാം കണ്ട മുദ്രാവാക്യമാണ്, സിമിയുടേതാണ്. സിമി ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ്. അത് തെറ്റാണ്. പ്രകാശ് മാഷെ, ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. സിമി വിദ്യാർത്ഥി വിഭാഗമായിരുന്നു, ഇന്ത്യയുടെ മോചന ഇസ്ലാമിലൂടെ എന്ന് അവര് മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ട്. ആ സിമിയെ നിരോധിച്ചു. ആ സിമി ആയിരുന്ന കാലത്തെ നേതാവായിരുന്നു KT ജലീൽ. അദ്ദേഹം പിന്നീട് ലീഗായി, പിന്നീട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി. ആ ജലീൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കുറ്റിപ്പുറത്ത് മത്സരിച്ചപ്പോൾ മുഖ്യ പ്രചാരണ ചുമതല ജമാഅത്തെ ഇസ്ലാമിയുടെ വോളണ്ടിയർമാരായിരുന്നു. അങ്ങനെ KT ജലീൽ കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ചു. അതിന് നന്ദി അറിയിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനമായിട്ടുള്ള ഹിറാ സെന്ററിൽ പോയിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചരിത്രമല്ലേ? അങ്ങ് അത് അഡ്രസ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ മുദ്രാവാക്യമൊക്കെ ഉണ്ടെന്നേ സമ്മതിച്ചു. ഈ മുദ്രാവാക്യം വെച്ചോണ്ട് തന്നെയല്ലേ അവർ നിങ്ങളെ പിന്തുണച്ചത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അയാൾ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ട് ആണോ ഇപ്പോൾ പറയാ? അദ്ദേഹം ഇപ്പോൾ KT ജലീൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകനാണ്, ഞങ്ങളുടെ നേതാവാണ്. പിന്നെ നിങ്ങൾ അയാൾ പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് പണ്ട് തെറ്റാന്ന് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ പറയുന്നത് ഇവിടെ
ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഒരു കാരണവശാലും RSSുമായോ ജമാഅത്ത് ഇസ്ലാമിയുമായോ കൂട്ടുകെട്ടോ സഖ്യമോ മുന്നണിയോ ഉണ്ടാക്കില്ല. അവർ ഞങ്ങളുടെ ഭാഗമായിട്ട് ഒരു കാലത്തും നിന്നിട്ടില്ല. പിന്നെ ആരെങ്കിലും പിന്തുണ തരുന്നു അത് വേറെ കാര്യമാണ്. ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതും പിന്തുണയും രണ്ടും ഒന്നാണോ? ഇപ്പം രാജ്യത്തിനകത്ത് പല പ്രതിരോധ പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങൾ ആർക്കാണ് പിന്തുണ കൊടുക്കേണ്ടതുള്ളത് വരെയൊക്കെ പറയാൻ വേണ്ടി കഴിയുമോ? ഇവിടെ UDFന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നു. ഇതാണല്ലോ ഇന്ന് VD സതീശൻ പറഞ്ഞിരിക്കുന്ന കാര്യം. അത് പറയാമോ? ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് എന്താ നെഹ്റുവിന്റെ അഭിപ്രായം? ഇന്ദിരാഗാന്ധിയുടെ നിലപാടെന്തായിരുന്നു? എന്തിന് കേരളത്തിൽ ആന്റണിയുടെ നിലപാടെന്തായിരുന്നു? നമ്മളായിരുന്നു മറന്നു പോകുന്നില്ലല്ലോ. കേരളത്തിൽ ഇവിടെ നമുക്കറിയാം പ്രൊഫസറുടെ കൈവെട്ടിയ സംഭവത്തിലേക്ക് എത്തിച്ചത് ഈ പറയുന്ന വർഗീയവാദത്തിന്റെ ഒരു ഉയർന്ന ഘട്ടമാണെന്നുള്ളത് ആർക്കറിയാത്തത്? കേരളത്തിൽ രണ്ട് മതക്കാർ തമ്മിൽ പരസ്പരം വെട്ടിവീഴ്ത്തുന്നൊരു നില കേരളത്തിലുണ്ടായത് എപ്പോഴാണ്? വർഗീയവാദികളെ പ്രോത്സാഹിപ്പിക്കപ്പെടാണ്, അവരെ കൂട്ടുപിടിക്കപ്പെടാണ്. നിർഭാഗ്യവശാൽ ചില്ലറ സീറ്റുകൾക്ക് വേണ്ടി ഒരു കാരണവശാലും ചെയ്തു കൂടാത്തൊരു കാര്യം വർഗീയ ശക്തികളെ സ്വന്തം കൂടാരത്തിലേക്ക് ആനയിക്കുക. ഇത് അവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. നേരത്തെ രഹസ്യമായിരുന്നു. ഇപ്പോൾ വടകരയിൽ നിലപാട് ഇവർ ഒന്നിച്ചായിരുന്നു. ലീഗും അതുപോലെ കോൺഗ്രസും BJPയും ഒന്നിച്ചായ കാലത്ത് അവര് രഹസ്യമാണ്, പരസ്യപ്പെടുത്തിയിരുന്നില്ല. നിർലജ്ജമായിട്ട് പറയാണ് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയോട് കൂട്ടുന്നതിൽ തെറ്റില്ല. ശരി, ഓക്കെ, അവിടെ അതിലാണ് ഒരു പുതുമയുള്ളത്.